വയനാടിന് കൈത്താങ്ങായി പല ദേശത്തു നിന്നും പല ഭാഗത്തിലുള്ള ആളുകളും പല രീതിയിലുള്ള സഹായങ്ങളാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കോട്ടയത്ത് നിന്നും ഇപ്പോൾ ഈ കാണുന്നത് പോലെ നിരവധി മൊബൈൽ ഫോണുകൾ, എമർജൻസി ലാമ്പുകൾ, പവർ ബാങ്കുകളൊക്കെ ഇങ്ങനെ സ്നേഹത്തിന്റെ പെട്ടിയിൽ പൊതിഞ്ഞ് ഇവിടെ നിന്നും കൊടുത്തയക്കുന്നത് എന്നതാണ്. ഇപ്പോൾ മൊബൈൽ ഫോൺ അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ സാധനങ്ങളൊക്കെ തന്നെയും വയനാട്ടിലേക്ക് അയക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ എത്രത്തോളം സാധനങ്ങളാണ്, എങ്ങനെയാണ്? ഞങ്ങളിപ്പോൾ പ്രധാനമായും സാധനങ്ങൾ ഉപരി ഞങ്ങളുടെ പ്രൊഫഷണലായ 15-ൽ പരം ടെക്നീഷ്യന്മാരാണ് ഞങ്ങൾ പോകുന്നത്. അതായത് മൊബൈൽ സർവീസ് ചെയ്തു കൊടുക്കുക എന്നൊരു സൗജന്യ സേവന പ്രവർത്തനമാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതായത് ഒട്ടനവധി പേര് ഈ ദുരന്ത മുഖത്ത് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ കംപ്ലൈൻ്റ് ആയി പോയവർ, സ്ക്രാച്ച്, ഒത്തിരി വർക്കുകൾ ഇത് ഉപയോഗശൂന്യമായി കിടക്കുന്ന മൊബൈൽ ഫോണിൽ ഒത്തിരി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയിപ്പ് ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. ഞങ്ങളൊരു 15 പ്രൊഫഷണൽക്കാർ, ഞങ്ങളുടെ MRR എന്ന മൊബൈൽ ഫോൺ അസോസിയേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരിൽ ഏറ്റവും പ്രൊഫഷണലായ ആൾക്കാരെ മാത്രം തിരഞ്ഞെടുത്തുകൊണ്ട് 15 പേര് ഞങ്ങളിവിടെ നിന്ന് അവിടെ ഒരു ക്യാമ്പ്, ഒരു ദിനം ക്യാമ്പ് രാവിലെ 8 മണിക്ക് ആരംഭിച്ച് നാളെ രാത്രി എപ്പോഴത്തോളം തീരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതിജ്ഞാബദ്ധമായി 1-2 ദിവസം നിൽക്കേണ്ട വന്നാലും നിൽക്കാനുള്ള സന്നദ്ധ സേവന പ്രവർത്തകരായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ അതിനുള്ള സാധന സാമഗ്രികൾ, അതായത് സ്പെയർ പാർട്സുകൾ, ടൂൾസുകൾ എല്ലാ ഐറ്റമായിട്ടാണ് പോകുന്നത്. അപ്പം ഒരു ദിവസം സൗജന്യമായി ഇവിടെ സേവനം ചെയ്യും, സർവീസ് ചെയ്ത് മൊബൈൽ ഫോൺ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയോ ചെളിക്കുണ്ടിലാന്ന് പോയോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് പകരം ഒരു മൊബൈൽ ഫോൺ കൊടുക്കും. അപ്പോൾ ഞങ്ങൾ സർവീസിന് സെയിലിനേക്കാൾ ഇത് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി അവർക്കൊരു സേവനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ പകരം വരുന്നവർക്ക് മൊബൈൽ ഫോണുകൾ കൊടുക്കുക. അതിന് വേറെ മൊബൈൽ ഫോണുകളുണ്ട്. ഇതിപ്പോൾ ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും കോട്ടയം ജില്ലാ കമ്മിറ്റിയും മാത്രം സംയുക്തമായി ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ എല്ലാ ഷോപ്പുകളിലൂടെ സന്ദർശിച്ച് എൻ്റെ പ്രവർത്തകർ, സഹപ്രവർത്തകർ എല്ലാ ഷോപ്പുകളിൽ അവരിൽ നിന്നെല്ലാം ലഭിച്ച ഓരോന്നും ഇരുണ്ടും വെച്ച് കൂട്ടിയെടുത്ത് വെച്ചൊരു ഞങ്ങളുടെ ഒരു വലിയൊരു നിധി ശേഖരം തന്നെയാണത്. അപ്പോൾ ഇത് പിന്നെ ഇപ്പം ഞങ്ങൾ എറണാകുളം ജില്ലയുണ്ട്, പത്തനംതിട്ടയിൽ, മറ്റേ മലപ്പുറം ജില്ലയിൽ, ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങളെല്ലാം ജില്ലകൾ അവരിലൊന്ന് കയറാനുണ്ട്. അവിടെ നിന്നെല്ലാം സാധനങ്ങൾ, പിന്നെ വണ്ടിയിൽ ഇതുവരെ കുറേ സാധനങ്ങൾ ഞങ്ങൾ ഇറക്കാതെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നല്ലൊരു രീതിയിൽ ഞങ്ങൾ ആദ്യം ചെറുതായിട്ടാണ് ആരംഭിച്ചതെങ്കിലും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചെങ്കിലും പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഈ മലയാളിയുടെ മനസ്സിൻ്റെ നന്മയും വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഒരു കനിഞ്ഞൊരു അനുഗ്രഹം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സർവീസ്, നാളത്തെ ഒരു ദിവസം സർവീസ് പരിപൂർണമായും എത്ര ദിവസം എടുക്കണമെന്നാലും ഞങ്ങൾക്ക് വിരോധമില്ല. അവിടെയുള്ള ആൾക്കാരുടെ മൊബൈൽ ഫോണുകൾ അത് സജ്ജമാക്കി അവർക്ക് ടെലികമ്മ്യൂണിക്കേഷൻ ബന്ധം സമ്മാനിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ അവിടെ സിം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ സിം കൊടുക്കാനുള്ള ആൾക്കാർ, ഇനി അഥവാ അവർക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലെ 3 സഹപ്രവർത്തകർ ഞങ്ങളോടൊപ്പം മഞ്ചേരിയിൽ നിന്ന് കയറും. അവിടെ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് അവിടെ വാങ്ങിക്കൊണ്ട് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചവിടെ കൊടുക്കുന്ന സമയം, അതായത് ചില കോംബോ മാറി ഇതൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് നടക്കില്ല, അത് കൊണ്ടുപോയി 2 ദിവസം തിരിച്ച് അതേ സ്ഥലത്ത് കൊടുക്കാനുള്ള സംഭവമാണ്. അത് ഞങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് അവിടെ പിന്തുണ തരുന്നത് കേരള വ്യാപാരി വ്യവസായ എന്ന പ്രസ്ഥാനമാണ്. അതിൻ്റെ അമരത്ത് നിൽക്കുന്ന വയനാട് ജില്ലാ പ്രസിഡന്റ് ജോജിൻ ടി ജോയിയാണ് അവിടെയുള്ള കോർഡിനേഷൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്കൊരു റിസോർട്ട് തന്നെ ഇതിനു വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയുമായിട്ട് ഞങ്ങൾ ഇവിടെ കൊടുത്ത മെസ്സേജ് എല്ലാ സ്ഥലങ്ങളിലും ചെന്നു. ഇപ്പോൾ തന്നെ അവിടെ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ അവിടെ 3 പ്രാവശ്യം വിളിച്ച് വരുന്നുണ്ടെന്ന് ചോദിച്ചു. അപ്പം കേരള വ്യാപാരി ഏകോപന സമിതിയുടെ പോഷക സംഘടനയായ മൊബൈൽ ഫോൺ റീചാർജ് ലിറ്റർ അസോസിയേഷൻ വലിയൊരു ഉദ്യമത്തിലേക്ക് കിടക്കുന്നു. എല്ലാവരുടെയും പിന്തുണയും സഹായവും സ്നേഹവും അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ വീടാണ് ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം, പ്രത്യേകിച്ച് ബെഡ്റൂം പോലുള്ള സ്ഥലങ്ങൾ. രാത്രി കുടുംബ സമേതം ഇരുന്ന് ആഹാരം കഴിക്കുന്നു, കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പം ആരുമില്ല. റൂട്ട് ഔട്ട് ചെയ്തത് മാതിരി വളരെ പറയാനതിനൊന്നും വാക്കുകളില്ല, കേരള സമൂഹത്തിന് വാക്കുകളില്ല. അത്ര കണ്ട് ഇന്ന് കേരള സമൂഹം ഈ വയനാടിൻ്റെ പേരിൽ ദുഃഖത്തിൻ്റെ അഗാധതയിലാണ്. അപ്പോൾ അവരെ ഒരു കൈത്താങ്ങായിട്ട് ഈ മൊബൈൽ അസോസിയേഷനെ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം കമ്മ്യൂണിക്കേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മൊബൈൽ വേണം. അത് നഷ്ടപ്പെട്ടു, അത് വെള്ളത്തിൽ വീണു, അല്ലെങ്കിൽ അതിന് ഡാമേജ് വന്നു, അത് ശരിയാക്കി കൊടുക്കുക എന്നുള്ളത് ജീവൻ കൊടുക്കുന്ന പോലെയാണ്. കാരണം ഒരു മിസ്സിങ് വന്നാലും ഈ മൊബൈലില്ലാതെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണേലും എന്താണേലും ഇന്ന് ഇതില്ലാതെ ഒരു ജീവിതമില്ല. അപ്പോൾ അതിനെ ഞങ്ങൾ പവർ ബാങ്ക് ഉണ്ട്, ചാർജബിൾ സെല്ലുകളുണ്ട്, ടോർച്ചുകളുണ്ട്, അതുമാതിരി അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം കൂടി സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കേരള സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, ഉണ്ടായിരിക്കും. മൊബൈൽ ഫോൺ അസോസിയേഷൻ നടത്തുന്ന ഈ വലിയ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയ കേരള സമൂഹത്തിന് മാതൃകയാവുന്ന ഈ പ്രവർത്തനത്തെ കോട്ടയത്തെ പൗരാവലി ആദരിക്കുന്നതിന് വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നമുക്ക് ദുരന്തഭൂമിയിൽ സാധാരണ മറ്റ് അവശ്യ സാധനങ്ങൾക്കാണ് ആവശ്യകത ഏറുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് മൊബൈൽ ഫോണും അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളെക്കുറിച്ച്
പലപ്പോഴും ദുരന്തഭൂമിയിൽപ്പെടുന്നവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. അപ്പം മറ്റുള്ള ഇതിൽ നിന്നും വ്യത്യസ്തമായി ഇതൊരു ഇന്ന് ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക്, മൊബൈൽ ഫോണിന് കേടുപറ്റിയവർക്ക്, അങ്ങനെ ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ അവർക്കൊക്കെ അത് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നതിന്, നഷ്ടപ്പെട്ടവർക്ക് പുതിയത് കൊടുക്കുന്നതിന്, അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യമായ സ്പെയറുകൾ തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളോടും കൂടി ഇവർ കോട്ടയത്ത് നിന്നും വയനാട്ടിലെത്തി അത് അവിടെ താമസിച്ച് അത് വരുന്ന ദിവസങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായി നന്നാക്കി കൊടുക്കുന്നതിനുള്ള ഇവരുടെ ആ സേവന മനോഭാവത്തെ, സന്നദ്ധതയെ എത്ര പ്രകീർത്തിച്ചാലും മതിയായില്ല. ഇതൊരു മാതൃകയാണ്. കേരള സമൂഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാതൃകയായി സ്വീകരിക്കണം എന്ന് മാത്രമാണ് പറയുവാനുള്ളത്.